ഹൈ ഗൈസ്, അപ്പം വെൽക്കം ടു ഡാറ്റാബേസ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോണ ഒരു എൻഡ് ടു എൻഡ് എച്ച് ആർ അനാലിറ്റിക്കൽ ഡാഷ്ബോർഡാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. പവർ ബി എന്ന സോഫ്റ്റ്വെയറിലാണ്. പവർ ബി എല്ലാവർക്കും അറിയുന്നു തോന്നുന്നു. അപ്പം ഈ ഡാഷ്ബോർഡ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എംപ്ലോയി പെർഫോമൻസ്, അവിടെ അറ്റൻഡൻസ്, അവിടെ ലീവ്, അവിടെ പേറുകൾ, പിന്നെ കമ്പനിയിൽ നടക്കണ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡാറ്റ സെറ്റ് കണ്ടാലോ? അപ്പം ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ്. ഇത് ജോബ് റിക്വയർമെന്റ് എത്ര ഉണ്ട്, ക്ലീൻ എല്ലാം ഞാൻ തന്നെ ബിൽഡ് ചെയ്ത് വെച്ച ഡാറ്റ സെറ്റാണ്. ഇതാണ് കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ്. ഇതാണ് ആപ്ലിക്കേഷൻ ടേബിൾ. നമുക്ക് ചെക്ക് ഏത് സമയത്താണ് ചെക്ക് ഇൻ ചെയ്തത്, ഏത് സമയത്താണ് ചെക്ക് ഔട്ട് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണത്. ഇത് കമ്പനിയത്തെ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ്, അവരുടെ പേറോളും കാര്യങ്ങളും, പിന്നെ അവരുടെ ലീവ് കാര്യങ്ങളെല്ലാം, പിന്നെ എത്ര ലീവ് ബാലൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ എല്ലാം. പിന്നെ കമ്പനി ഹോളിഡേയ്സ് ആണ്. അത് കമ്പനി ഹോളിഡേയ്സും പബ്ലിക് ഹോളിഡേയ്സും ഇത് റെസ്ട്രിക്റ്റഡ് ഹോളിഡേയ്സും. അപ്പോൾ നമ്മളിത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് പവർ ബി ഐ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ പവർ ബി ഐ സ്റ്റാർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ബേസിക്സ് ഒക്കെ അറിയാമെന്ന് തോന്നുന്നു പവർ ബി ഐയുടെ. അപ്പോൾ നമുക്ക് എക്സൽ വർക്ക് ബുക്കാണ് ഉള്ളത്, ഡാറ്റ സെറ്റ്. എക്സൽ വർക്ക് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡാറ്റ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ടേബിൾസ് വേണ്ടത്. എല്ലാ ടേബിളും ടിക്ക് കൊടുക്കാം. ഇത് ഡ്യൂപ്ലിക്കേറ്റഡ് ആണ്, ആൾറെഡി ഇവിടെ ഉള്ള ടേബിൾ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ട്രാൻസ്ഫോം കൊടുക്കാം. എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോം. ഇതിൽ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിലും കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിലും കുഴപ്പങ്ങളൊന്നും കാണാനില്ല. എല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം. ഇതിൽ കണ്ടില്ല വാലിഡ് 100%, അതായത് എം ടി. അപ്പോൾ നമുക്ക് ഇതിലെല്ലാം വാലിഡ് ആണ്, ഒന്നും എം ടി ഒന്നുമില്ല. ഇത് ഞാൻ ക്ലീൻ ആക്കി വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഡാറ്റ സെറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് കുറെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് ക്ലോസിങ് അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്ത് ലോഡായി വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഡാറ്റാബേസ് ഒക്കെ ലോഡ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് റിലേഷൻസും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം. റിലേഷൻസ് നമ്മുടെ എംപ്ലോയി ഡീറ്റെയിൽസ് ഒന്നും കണക്റ്റ് ആയിട്ടില്ല. എംപ്ലോയി ഐ ഡി, എംപ്ലോയി ഐ ഡി, ഇതും എംപ്ലോയി ഐ ഡി ആയിട്ട് കണക്ട് ചെയ്യാം. അപ്ലിക്കേഷൻസ് ജോബ് ഐ ഡി ആയിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് റിലേഷൻസ് ഒക്കെ എല്ലാം അറിയില്ല. 1 to 1, മെനി ടു 1, 1 to മെനി, മെനി ടു മെനി എല്ലാം. അതൊക്കെ പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇത് ഹോളിഡേയ്സ് ആണ്. അത് റിലേഷൻ വേണമെന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേഷൻ. നമുക്ക് റിലേഷൻ എല്ലാം സെറ്റായി. ഡാറ്റ സെറ്റ് എങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഐഡിയ കാണും. അപ്പോൾ ഡാഷ്ബോർഡ് എങ്ങനെ ചെയ്യുന്നുള്ളൊരു ഐഡിയ കാണും. അപ്പം ഞാനൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മെയിൻ ഒബ്ജക്റ്റീവ് വെച്ചിട്ട് അത് മെയിൻ ഒബ്ജക്റ്റീവ് ആവുന്നത് മോണിറ്റർ എംപ്ലോയി ലൈഫ് സൈക്കിൾ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെ
evaluate attendance, working hours, and leave utilization, പിന്നെ track recruitment performance and offer pipeline, and summarize payroll activity and unpaid days. ഇതാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട കാര്യം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 4 പേജാണ്. ഒരു ഓവർവ്യൂ പേജ്, ഒരു എംപ്ലോയി ആൻഡ് അറ്റൻഡൻസ് ഇൻസൈറ്റും, ഒരു ലീവ് ആൻഡ് റിക്രൂട്ട്മെന്റ് അനാലിസിസും, പിന്നെ ഒരു പേറോൾ സമ്മറി. അപ്പോൾ ഡാറ്റ്സ് ഓൾറെഡി കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ് ഞാൻ എന്തായാലും വീഡിയോൻ്റെ ഇടയിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെന്ന് ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത്, പിന്നെ നമുക്ക് ബാക്ക് ടു പവർ ബി ഐ. പവർ ബി ഐ ഞാനൊന്ന് ഡാഷ്ബോർഡിന്റെ സൈസ് ഒന്ന്, ക്യാൻവാസ് സൈസ് ഒന്ന് മാറ്റുന്നുണ്ട്, നേറ്റീവ് ആക്കുന്നുണ്ട്. 1080x1920. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, ചെയ്യുന്നില്ല. നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഡാറ്റ്സിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കും. അപ്പൊ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്, പുതിയൊരു ന്യൂ ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൽ മെഷേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുക്കും. ഒരു എൻ്റെ ഡാറ്റ കൊടുത്തിട്ട് ടേബിൾ ഒരു മെഷർ വന്നിട്ടൊരു പുതിയ ടേബിൾ ഉണ്ടാക്കും. എന്നാൽ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു മെഷർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡാറ്റ സെറ്റ് ഒന്ന് മാറ്റണം, ചേഞ്ച് ചെയ്യണം. ചിലപ്പോൾ എന്തെങ്കിലും വന്നിട്ട് മാറി. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ ബേസ് ഒന്ന് റീഫ്രഷ് ചെയ്ത് റിമൂവ് ചെയ്ത് ഒന്നുകൂടെ ആഡ് ആക്കേണ്ട അവസ്ഥ വന്നാൽ നമുക്ക് ചെയ്ത് വെച്ച മെഷേഴ്സ് എല്ലാം ലോസ്റ്റ് ആവും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പുതിയ ടേബിൾ ഉണ്ടാക്കിയിട്ട്, ഒരു മെഷർ ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ മെഷേഴ്സ് ഒക്കെ സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ ഡാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് വേഗം ഉണ്ടാക്കിയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെങ്തി ആയി പോകും വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണത്തിൻ്റെ എംപ്ലോയി ഇൻസൈറ്റും അറ്റൻഡൻസ് അനാലിസിസിൻ്റെ രണ്ട് ഡാറ്റ്സിൻ്റെ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എംപ്ലോയി ഓവർവ്യൂ പേജ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഡിസൈനിങ് പാർട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഷേപ്പ് എടുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് ഇളവെടുക്കാൻ പോവാണ്. ഈ പേസ്റ്റ് അതേപോലെ താഴെ വെച്ച് ഇനി നമുക്കൊരു 8 നോക്കാം. ടെക്സ്റ്റ് ബോക്സ് ഫസ്റ്റ് പേജ് എംപ്ലോയി ഓവർവ്യൂ ആണ്. ചെയ്യുമ്പോട്ട് ഇതിൽ നമുക്ക് ലൈറ്റ് കളർ കൊടുക്കാം.
ഓക്കെ. നമുക്ക് വരാം. ബ്ലാക്കിന് കൊടുക്കാം. നമ്മുടെ ഹെഡിങ് വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, ഹെഡിങ് വേണ്ടിയിട്ടുണ്ട്. സൈസ് കുറയ്ക്കാമെന്ന് തോന്നുന്നു. 66 കൊണ്ടുവന്നു. ഇതിൻ്റെ സൈസ് ഞാൻ 42 കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമുക്ക് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് KP ഇതാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എംപ്ലോയീസ് എത്ര ഉണ്ടെന്ന് നോക്കണം. ടോട്ടൽ എംപ്ലോയി കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് ഇത് കൂട്ടാം. 16 ബോൾട്ട് കൊടുക്കാം. നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് എഫക്റ്റിൽ പോയിട്ട് നമുക്ക് ഷാഡോ കൊടുക്കാം. രണ്ടാമത്തെ നമുക്ക് വോയിസ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ടോട്ടൽ ഓക്കെ. അടുത്ത നമുക്ക് ആവറേജ് ടെന്യൂർ കൊടുക്കാം. ഒരു ആവറേജ് ഒരു എംപ്ലോയി ഇത്ര ദിവസം നമ്മളെ ഓഫീസിൽ നിന്നിട്ടുണ്ട് എന്നുള്ള കണക്കാണത്. ആൻഡ് അടുത്തത് ഒരു ആവറേജ് എത്ര അവര് ലീവുകളെല്ലാം എടുക്കുന്നുണ്ടെന്നുള്ളൊരു ഡീറ്റെയിൽസ് കൊടുക്കാം. ഏകദേശം 27 days ആണ് അവിടെ ഒരു ആവറേജ് ഡേയ്സ് എന്ന് പറയുന്നത്. നമുക്ക് അറ്റൻഡൻസ് റേറ്റ് നോക്കാം. പെർസെൻറ്റേജ് ആണത്. പെർസെൻറ്റേജ് അത് നമുക്ക് ജനറൽ മാറ്റിയിട്ട് പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ പെർസെൻറ്റേജ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രാഫ്. ഈ 4 മെയിൻ KPI ആണ് ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഗ്രാഫിലോട്ട് കിടക്കാം. ഏതൊക്കെ എംപ്ലോയി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ, എത്ര എംപ്ലോയി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ, എംപ്ലോയീസ് ബൈ ടോട്ടൽ ഡിപ്പാർട്ട്മെന്റ്. ഗോ ഫോർ പൈ ചാർട്ട്. നമുക്ക് ഇത് ബിൽഡ് ചെയ്തെടുക്കാം. കളറൊന്നും ഞാൻ ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇത് ചെയ്യുന്നുള്ളൂ. എഫക്റ്റ് പോകുന്നു. വിഷ്വൽ ബോർഡർ ഹെഡിങ് ഒന്ന് സെൻറ്ററാക്കി മാറ്റിയിട്ട് സെമി ബോൾഡ്. ഓക്കെ, ടോട്ടൽ എംപ്ലോയി ഡിപ്പാർട്ട്മെന്റ്.
ഓക്കെ, ഇതിൽ ഗ്രാഫായിട്ട് വയ്ക്കുന്നു. അടുത്ത ഗ്രാഫ് ഇനി അടുത്തത് നമുക്ക് ഏതൊക്കെ ഡെസിഗ്നേഷനിൽ എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് നോക്കാം. അതും വെച്ചാൽ ഈ ഫോർമാറ്റ് ഇതിലും കൊണ്ടുവരുന്നു. അതുപോലെ നമുക്ക് അടുത്ത ഗ്രാഫ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഓരോ എംപ്ലോയീസിൻ്റെ ഫസ്റ്റ് നെയിം വെച്ചിട്ട് എംപ്ലോയീസ് അവരുടെ കാൽക്കുലേറ്റഡ് സാലറി നോക്കാം. അത് നമുക്ക് സ്റ്റാക്കഡ് ചാർട്ട് എടുക്കാം. എന്നിട്ട് ഡാറ്റ കൊടുക്കാം. ആസിഡ്സ് നമുക്ക് വേണം, അതിൻ്റെ ടാബില് വേണ്ട. ആസിഡ്സിനും നമുക്ക് അതിൻ്റെ ലേബല് വേണ്ട, ആഡ് ചെയ്യണം. ഹീറ്റ് ലൈൻസ് ഒക്കെ നമുക്ക് ഓഫ് ചെയ്യണം. വേണം നമുക്ക് ഡിസൈനിങ് വേണ്ടിയിട്ട് ജസ്റ്റ് ഷാഡോ നമുക്ക് ഇനി പ്രൈസിൻ്റെ ഫസ്റ്റ് നെയിം, അതിൽ ഇനി എത്ര ഒരു ഇയറിൽ എത്ര ഇത് ബാക്കി റിമൈനിങ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് മൾട്ടിപ്ലൈൻ്റെത് എടുക്കാം. നമുക്ക് ഈ ആക്സിസ് വേണ്ട, ഈ ആക്സിസിൻ്റെ ടൈറ്റിൽ വേണ്ട, എക്സ് ആക്സിസിൻ്റെ ടൈറ്റിലും വാല്യൂ വേണ്ട. നമുക്ക് ഏറ്റവും ഡാറ്റ ലാബിൽ ഓണാക്കുന്നു. നമുക്ക് ടൈറ്റിലൊന്ന് ചെറുതായിട്ടൊന്ന് സൈസ് കാണും. 18 ഓക്കെ. നമുക്ക് പേര് ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്യണം. ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് പോയിട്ട് ഫസ്റ്റ് ബുക്ക് മാർക്ക് സെലക്ഷനും ഓണാക്കി വേണം. നമുക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. ഫിൽറ്ററിൻ്റെ ഇമേജ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മേലെ ഇവിടെ ആയിട്ടാണ് ഫിൽറ്റർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഷേപ്പ് ബിൽഡ് ചെയ്യാം. ഷേപ്പ് എടുക്കുകയാണ്. ഷേപ്പ് നമ്മൾ റൊട്ടേഷൻ ചെയ്താൽ ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. ട്രാൻസ്പെറൻറ്റ് വൈറ്റ് മതി, ഇതേ മതി.
ഓക്കെ, ബോർഡറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. നമുക്ക് ഷാഡോ ആണെങ്കിൽ ഗ്ലോ കൊടുക്കാം. ടെക്സ്റ്റ് വെൽക്കം. അതിൽ നമുക്ക് എഡിറ്റ് പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കി വെക്കാം. എന്നിട്ട് അളവ് വൈറ്റ് കൊടുക്കാം. കളർ വെക്കണം. ഓക്കെ, എടുത്തിട്ട് ഉണ്ടാക്കുകയാണ്. നമുക്കതിൽ ബൈ എംപ്ലോയി നെയിം നമുക്കത് ഫിൽറ്റർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നെയിം ഞാൻ എടുക്കുകയാണ്. എടുത്തിട്ട് സ്ട്രക്ചർ കൊടുക്കുകയാണ്. സ്ട്രക്ചറിൽ നമുക്ക് റെക്റ്റാങ്കിൾ, ഷേപ്പ്, സ്ലൈസ് സെറ്റിങ്സ് ഒക്കെ നമുക്ക് സെലക്ട് ആണ് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ലേഔട്ട് ഇട്ട് മാറ്റിയിട്ട് ഇട്ടാൽ നമുക്ക് പാടൽ നമ്മൾ സ്ലൈസ് വെച്ചിട്ടുണ്ട്. സ്ലൈസിന് വെർട്ടിക്കൽ ലിസ്റ്റ് വെച്ചിട്ട് ഡ്രോപ്പ് ഡൗൺ ആക്കാണ്. ആൻഡ് നമുക്ക് ഇനി വേണ്ടത് അവരുടെ ഡേറ്റ് മന്ത് വൈസ് ആണ്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ടൊരു ഡേറ്റ് ടേബിൾ ഉണ്ടാക്കണം. നമുക്ക് ഡയമെൻഷൻ ടേബിൾ ഉണ്ടാക്കണം, ഡേറ്റ് ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് ന്യൂ ടേബിൾ കൊടുത്ത് ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ കോഡ്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേറെ ചെയ്യാം. ഇത് കുറച്ച് പറയാനുണ്ട്. അപ്പം ഇത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2020 തൊട്ടിട്ട് 2027 വരെയുള്ള ഒരു ടേബിൾ ഉണ്ടായി വരും. ഡേറ്റ് ടേബിൾ ഉണ്ടായി വരും. ഡേറ്റ് ടേബിൾ കൊടുത്തിട്ട് ഡേറ്റ് ഇത് കൊടുക്കുക. ഡേറ്റ് എന്ന കോളം ഷോർട്ട് ഡേറ്റിലേക്ക് മാറ്റാം. ആൻഡ് നമുക്ക് സോർട്ട് ചെയ്യാം. മന്ത് വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാം. month will be sorted by number and sorry. ഓക്കെ, എന്നിട്ട് നമുക്ക് മോഡൽ വ്യൂവിൽ പോയിട്ട് നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്യണം. ഏതൊക്കെയാണോ ഡേറ്റ് ഉള്ളത് അതെല്ലാം ഈ മന്തായിട്ട് കണക്ട് ചെയ്യണം. നമുക്ക് എംപ്ലോയബിലിറ്റിയിൽ മെയിനായിട്ട് ഡേറ്റ് വരുന്നത് ജോയിൻ ഡേറ്റ് ആണ്. കണക്ട് ചെയ്യും. അപ്ലിക്കേഷൻസിൽ നമുക്ക് വേണം HR ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നുണ്ട്. നമുക്ക് ജോയിൻറ്റ് ഡേറ്റ്
ഇനി നമുക്ക് വരുന്നത് പേരോട് നമുക്ക് ഡേറ്റ് വരുന്നില്ല, ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഡേറ്റ് വരുന്നുണ്ട്. ചെക്ക് ഔട്ട് ഡേറ്റ് കൊടുത്തു, അത് നമുക്ക് ഒരു ഷെയർ ഡേറ്റ് വരുന്നുണ്ട്. നമുക്ക് ഡേറ്റ് വരുന്നുണ്ട്, ഡേറ്റിലാണ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്കിനി ഫിൽറ്ററിങ് നമുക്കിപ്പോൾ മന്ത് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യാം. പേസ്റ്റ് മന്ത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. ബ്ലാങ്ക് കാണുന്നുണ്ട്, ബ്ലാങ്കിലൊന്നുമില്ല, ചുമ്മാ കാണിക്കുന്നു തോന്നുന്നു. അപ്പം അഡ്വാൻസ്ഡ് ഫിൽറ്ററിങ് പോയിട്ട് ഈസ് നോട്ട് എംപ്റ്റി, ഇറ്റ്സ് നോട്ട് ബ്ലാങ്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലാങ്ക് പോയിട്ടുണ്ട്. ഫസ്റ്റ് നെയിം വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. നെയിം വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യാം. അഗെയിൻ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ട് നമുക്ക് ഫിൽറ്ററിങ് കൊടുക്കാം. നമുക്ക് നെയിം മാറ്റിയിട്ട് ഡിപ്പാർട്ട്മെന്റ് വെച്ച് ഫിൽറ്ററിങ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം ഈ ഫിൽറ്ററിന്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി വയ്ക്കാം. നമുക്ക് കിട്ടും. ഒരു ഇമേജും കൂടി നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു ഐക്കൺ കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടികൾ തുടങ്ങാം. ലൈക്ക് ഇത് വരെ ആയിരിക്കും. This will go inside this spice box. And ഇത് നമുക്ക് എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് image
സ്വിച്ച് ഓഫ് ആയിട്ട് വെച്ചാൽ ഇതും തെളിഞ്ഞതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മാറ്റിയിട്ട് ബുക്ക് മാർക്ക് നോൺ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതെടുത്തിട്ട് ആക്ഷൻ ഓൺ ആക്കുക. ബുക്ക് മാർക്കിൽ ഷോ കാണിക്കാം. ഓക്കെ, വർക്കിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഫിൽറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത പേജിലേക്ക് പോവുക. ഈ പേജാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്, കാരണം ഇനി ഡിസൈനിങ്ങും കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് കൊടുക്കേണ്ടത് റിക്രൂട്ട്മെന്റ് അനാലിസിസ് ആണ്. അനാലിസിസ് ഫസ്റ്റത്തെ വീഡിയോ ആണ്, അതുകൊണ്ട് വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും അതിന് എക്സ്പെക്ട് ചെയ്യണ്ട. ടു വർക്ക്. ഓക്കെ, നമുക്ക് റിക്വയർമെന്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. നമുക്ക് എത്ര കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് പുതിയ ടേബിൾ തുടങ്ങുകയാണ്. മെഷർ ടേബിൾ, മെഷർ. ഈ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം കാണാൻ വേണ്ടിയിട്ടാണ് ഈ മെഷർ ടേബിൾ. ഫസ്റ്റ് ഇങ്ങനെ ദയവിലും മറ്റേ ടേബിൾസ് ഒക്കെ അടിയിലാണ് വരിക. ടോട്ടൽ മെഷർ, ടോട്ടൽ കാൻഡിഡേറ്റ്സ്, കാൻഡിഡേറ്റ് നെയിം വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് ടോട്ടൽ കാൻഡിഡേറ്റ്സ് 21 കാൻഡിഡേറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ വന്നിട്ടുള്ളത്. അതിൽ എത്ര പേര് സ്റ്റാറ്റസ് ആക്റ്റീവ് ആണ് എന്നുള്ള ഇതൊക്കെ നോക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് മെഷർ ടേബിൾ ഉണ്ടാക്കുന്നത്. സെലക്റ്റഡ്, സ്റ്റാറ്റസ് ആണ് നോക്കുന്നത്. application status, selected. സെലക്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. നമുക്ക് അതിൽ സെലക്റ്റഡ് എന്നൊരു ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. ചെക്ക് ചെയ്യാം. സ്റ്റാറ്റസ് ആക്സെപ്റ്റഡ്, റിജക്റ്റഡ് ഉണ്ട്, ജോയിന്റ് ഉണ്ട്.
എന്നാൽ എത്ര പേർക്ക് ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. നമുക്കിത് ഇവിടെ വന്ന് 6 പേര് നമുക്ക് ടോട്ടലി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര പേര് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഓപ്ഷനില്ല. അപ്പോൾ ഞാനതൊന്ന് കോപ്പി ചെയ്യണം. ജോയിൻഡ് മാറ്റിയിട്ട് റിജക്റ്റഡ് ആയിട്ടുള്ള പേര് എന്താ നോക്കാം. റിജക്റ്റഡ് ആബ്സെൻറ്റേഴ്സ് മാറ്റിയിട്ട് എത്ര പേര് റിജക്റ്റ് ആയിട്ട് 2 പേരാണ്. മൊത്തം 21 പേര് ആദ്യം ജോയിൻ ആയിട്ടുണ്ട്. റിജക്റ്റ് 2 പേരെ റിജക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നമുക്ക് അവരുടെ കൺവേർഷൻ റേറ്റ് നോക്കാം. എത്ര പേര് നമുക്ക് എത്ര പേര് ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഓഫർ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഇതാണ്. നമുക്ക് എത്ര പേര് ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കാം. accepted. Acceptance status. Status equal to okay. അക്സെപ്റ്റ് ചെയ്ത് എത്ര ആൾക്കാരുണ്ടോ നോക്കാം. 14 പേര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടി കൊണ്ടുവരാം. എത്ര പേർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമുക്ക് കൊണ്ടുവരാം. നോക്കട്ടെ, ചെക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത്. ഓഫർ അക്സെപ്റ്റഡ്, ഓഫർ റിലീസ്ഡ്. ഓഫർ റിലീസ് ആയിട്ടുള്ള എത്ര പേരുണ്ട് നോക്കണം. ഓക്കെ, നമുക്കിപ്പോൾ KPI സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്ത് നോക്കാം. കാൻഡിഡേറ്റ്സ്, അവരുടെ പേര്, അവര് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അവർ ചെയ്തിട്ടുള്ളത്, അവരുടെ ജെൻഡർ ഏതാ നോക്കാം.
എന്നിട്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഷോ ചെയ്യേണ്ട. ആൻഡ് നമുക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവർക്ക് നോട്ടീസ് പീരീഡും കാര്യങ്ങളും ഉണ്ടെന്ന് ഉള്ള രീതിയിൽ ഇത് കൊടുക്കാം. അവരുടെ എന്താണ് പ്രൊഫൈല് എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് സെക്കൻഡ് കൊടുക്കാം. ആൻഡ് നമുക്ക് ഏത് സോഴ്സ് വഴിയാണ് അവർ വന്നിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കൊടുക്കാം. അവരുടെ കറണ്ടിൽ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് ജോയിൻ്റാണോ ഫഹദാണോ എന്തെങ്കിലും റിമാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഇതൊന്ന് ഡിസൈൻ ചെയ്യുകയാണ്. ഞാൻ മിനിമലാണ് ജസ്റ്റ് ഒന്ന് കാണാൻ ഉഷാറായി തോന്നിയത്. ഗ്രീഡ് ലൈൻ എന്നോട്ടെ. വാല്യൂസ് കോളം ഹെഡേഴ്സിന്റെ ഒന്ന് കൂട്ടുന്നുണ്ട്. ആൻഡ് അത് നമുക്കൊന്ന് ബോൾഡാക്കി കൊടുക്കാം. കാരണം ഓക്കെ, ഇതിലും എഫക്റ്റ് കൊടുത്തിട്ട് ഷാഡോ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്നിട്ട് കാൻഡിഡേറ്റ്സിന്റെ ജെൻഡർ വെച്ചിട്ട് അനാലിസിസ് ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പം ടോട്ടൽ കാൻഡിഡേറ്റ്സ് ബൈ ജെൻഡർ നമുക്കിവിടെയുള്ള ഫീമെയില് 7%, ഇൻസമയാണ് അടക്കം 14 പേര് മെയിൽസ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് മെയിൽസ് ആണ്. ഇനി നമുക്ക് ഒരു അവിടെ റിജക്ട് ചെയ്യാനുള്ള റീസൺ വെച്ചിട്ട് ഏതൊക്കെ റീസൺ കൊണ്ടാണ് അത് കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവാനുള്ള റീസൺ വെച്ച് നോക്കണം. ബ്ലാങ്ക് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, നോട്ട് ഇൻട്രസ്റ്റഡ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. പിന്നെ നമുക്ക് ബെറ്റർ കാൻഡിഡേറ്റ് ഫോണ്ടുള്ള ആൾക്കാരുണ്ട്, കുറച്ച് മിസ്മാച്ചുള്ള ആൾക്കാരുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആരാന്ന് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, ഇതാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് അനാലിസിസ് ഡാഷ്ബോർഡ്. ഇത് സിമ്പിൾ ഡാഷ്ബോർഡ് ആണ്, ജസ്റ്റ് ഡെമോക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും ഇൻഡസ്ട്രി സ്പെസിഫിക് ഡാഷ്ബോർഡ് ഒന്നല്ല. ഇനി നമുക്ക് ഒരു സാധനം കൂടി ഇതിൽ ആഡ് ആക്കാം. ഡിപ്പാർട്ട്മെന്റ് വൈസ് കാൻഡിഡേറ്റ് ജെൻഡർ മാറ്റിയിട്ട് നമുക്ക് നേരെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാം. എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഇത് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഓക്കെ, ഇത് ജസ്റ്റ് സിമ്പിൾ ഡാഷ്ബോർഡ് ആണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഇതേം കൂടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു. ദിസ് ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ട്. ലെറ്റ്സ് സീ.